വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് എവരിവൺ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വോയിസ് നെറ്റ് എന്ന് പറയും, ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്. ഓക്കെ, അതായത് എങ്ങനെ പബ്ലിക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം. ഓക്കെ, ഒരാളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് മാക്സിമം ഗ്യാദർ ചെയ്തിട്ട് എങ്ങനെ അറ്റാക്കും കാര്യങ്ങളും നടത്താം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് റിക്കഗ്നൈസേഷൻ പഠിച്ചിരുന്നു. സോ ഹാക്കിങ്ങിൽ ഏകദേശം 5 സ്റ്റേജസ് വരും. അതിനെക്കുറിച്ച് കവർ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെയാണ് ഇൻഫോർമേഷൻ ഗ്യാദറിങ്. സോ ഇൻഫോർമേഷൻ ഗ്യാദറിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പാസീവ് ഉണ്ട്, ഒന്ന് ആക്റ്റീവ് ഉണ്ട്. നമ്മൾ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എൻമാപ്പ് പോലത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കിട്ടാവുന്ന ഇൻഫോർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്തെടുക്കും. അപ്പം വോയിസിന്റെ എന്ന് പറയും, ഇതിന് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയസും കാര്യങ്ങളൊക്കെ ഭയങ്കര സേഫ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം സോഷ്യൽ മീഡിയ വേറൊരു ഒരു ഇല്ലീഗൽ ട്രാഫിക്കിംഗ് നടത്തുന്നുണ്ട്. സോ അത് വെച്ച് അറ്റാക്കേഴ്സിന് നമ്മുടെ എന്ത് വേണമെങ്കിലും ചോർത്താനും കാര്യങ്ങളെല്ലാം പറ്റും. സോ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനെ കുറിച്ചുള്ള ടൂൾസും ഇപ്പം നമ്മുടെ അക്കൗണ്ട് എത്ര പ്രൈവറ്റ് ആണെങ്കിൽ പോലും അതിനുള്ള യൂസർ നെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും. സോ അങ്ങനെ കുറെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അറ്റാക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ കുറച്ച് ടൂൾസും കാര്യങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് ഒരു വോയിസ് നെറ്റ് അറ്റാക്ക് നടത്തേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇപ്പം നമ്മുടെ ടാർഗറ്റ് ഇപ്പം എലോൺ മസ്ക് ആണ്. സോ എനിക്ക് എലോൺ മസ്കിനെ കുറിച്ച് പറ്റുന്ന അത്ര എനിക്ക് ഇൻഫോർമേഷൻ എലോൺ മസ്കിനെ കുറിച്ച് ഗ്യാദർ ചെയ്യണം. സോ എൻ്റെ കയ്യിൽ അറിയാവുന്ന ഒരു യൂസർ നെയിം മാത്രം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എലോൺ മസ്ക് ഒന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നോക്കാം. എലോൺ മസ്ക്. ഓക്കെ, നമുക്കിവിടെ കാണാം, നമുക്ക് വന്നിട്ടുണ്ട് എലോൺ മസ്ക്. ഓക്കെ, നോക്കുമ്പോൾ ബിസിനസ് മാനും ഫോർമർ സീനിയർ അഡ്വൈസർ ഓഫ് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ നമുക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടി. അതായത് ബിസിനസ് മാൻ ആണ്, അതുപോലെ സീനിയർ അഡ്വൈസർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ അങ്ങനെ കിട്ടി. നമുക്ക് ഇമേജസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും നോക്കാം. സോ ഇമേജസിൽ നമുക്ക് പ്രോബബ്ലി നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എലോൺ മസ്കിന്റെ കുറച്ച് കാര്യങ്ങളും ഫോട്ടോസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കിട്ടാറുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. സോ യൂസ്വലി കുറെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എലോൺ മസ്കിന്റെ പ്രൈവറ്റ് നമുക്ക് ഇമെയിൽ ID എന്താണെന്നോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. സോ നമുക്ക് ഇതിനകത്ത് നോക്കാം, എലോൺ മസ്ക് ഇമെയിൽ ID ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എത്രത്തോളം നമുക്ക് അറിയത്തില്ല. സോ ഇത് പലത് ഫേക്ക് ആയിരിക്കും. സോ ഇതിനകത്തൊരു ഇമേജ് ആണ് നമുക്ക് എലോൺ മസ്ക് ഓക്കെ, നെറ്റ്വർക്ക് തെളിഞ്ഞു വരുന്നില്ല. ഓക്കെ അതങ്ങനെ തന്നെ ബ്ലറാക്കിയതാണ്. സോ എലോൺ മസ്ക് space.com അങ്ങനെ എന്താണ് കാണിക്കുന്നത്. സോ അതെത്ര നമുക്കറിയത്തില്ല, എത്ര ഒറിജിനൽ ആണെന്ന് നമുക്കറിയത്തില്ല. സോ നമുക്ക് മാക്സിമം ഇപ്പം എനിക്ക് എലോൺ മസ്കിനെ അറ്റാക്ക് ചെയ്യണം, ഹാക്ക് ചെയ്യണം. ഓക്കെ, എലോൺ മസ്കിന്റെ അക്കൗണ്ട് എനിക്ക് ഇമെയിൽ അക്കൗണ്ട് എനിക്ക് ഹാക്ക് ചെയ്യണം. പക്ഷെ എനിക്ക് ഒറ്റ വഴി ഫോട്ടോസ് കാര്യങ്ങളും ഉള്ളൂ. സോ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു പിടുത്തമില്ല, എനിക്ക് എന്ത് ചെയ്യും. സോ ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇൻഫർമേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. ഓക്കെ, എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. സോ ഞാൻ ഡക് ഗോ ഒന്ന് സെർച്ച് ചെയ്യുവാണ്. ഡക് ഗോ. സോ ഞാൻ സെർച്ച് ചെയ്യുവാണ്. സോ ഡക് ഗോ എന്ന് പറയുമ്പം നമ്മുടെ ടോർ ബ്രൗസർ പോലെ മാക്സിമം നമുക്ക് പ്രൈവസി യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രൗസറാണ്. സോ നമ്മളെ ട്രാക്ക് ചെയ്യാനോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. സോ ഒരു അഡ്വാൻസ്ഡ് ബ്രൗസറാണ് ഡക് ഗോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡക് ഗോ നിന്ന് അത്യാവശ്യം നല്ല പ്രൈവസിയും നല്ല എനേബിൾ ആയിരിക്കും. നമ്മളെ ട്രാക്ക് ചെയ്യാനോ അത് നമ്മൾ ടോർ ബ്രൗസർ എങ്ങനെ യൂസ് ചെയ്യൂ അതുപോലെ തന്നെയാണ്. സോ സെർച്ച് ചെയ്ത് നോക്കാം, എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. സോ എനിക്ക് ഇമെയിൽ ID ആക്സസ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, എലോൺ മസ്ക് ഇമെയിൽ സെൻറ്റർ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ എന്ത് വരും, കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വരും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ways to contact എലോൺ മസ്ക് ഗവൺമെന്റ് ഇമെയിൽ അഡ്രസ്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതിൽ ഏകദേശം നമുക്ക് ഗൂഗിളിൽ കിട്ടാത്ത കാര്യങ്ങൾ, ഗൂഗിളിൽ കിട്ടാത്ത ഒരു ഏകദേശം 1% ഓഫ് കാര്യങ്ങൾ നമുക്ക് ഡക് ഗോയിൽ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ടോർ ബ്രൗസറിലും കിട്ടും. സോ ഇങ്ങനത്തെ കുറെ യൂസ്ഫുൾസ് ഉണ്ട്, ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള കുറെ. സോ ഡക് ഗോ ഹിഡൻ ബ്രൗസർ. സോ ഹിഡൻ ആയിട്ടുള്ള കുറെ ബ്രൗസേഴ്സ് ഉണ്ട്. അതിൽ യൂസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റിൽ നമുക്ക് പബ്ലിക് അവൈലബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, നമുക്ക് 3 ways to contact എലോൺ മസ്ക്. സോ ഇതൊന്ന് എടുത്തു നോക്കാം. മാക്സിമം നമ്മൾ എലോൺ മസ്കിലേക്ക് എത്താനുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണ്. ഓക്കെ, NA സെയിൽസ് അറ്റ് ടെലോമോട്ടേഴ്സ്. ഓക്കെ, ഇവരെ കോണ്ടാക്ട് ചെയ്താൽ ഇവർക്ക് എലോൺ മസ്കിന്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. സോ നമുക്ക് ജെന്യൂനിറ്റി അറിയത്തില്ല ഇതിൽ എന്തോരം ഉണ്ടെന്നുള്ളൂ. സോ എനിവേ നമ്മൾ എന്തായാലും ഇത് ക്വിറ്റ് ചെയ്യാണ്. സോ ഇനി നോക്കുകയാണെങ്കിൽ
ഇപ്പം ഇൻ കേസ് എന്നെ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സോ ഷാരോൺ, ഓക്കെ, നിങ്ങൾ ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഷാരോൺ അനിൽ. സോ നമുക്ക് നോക്കാം എന്ത് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരും നോക്കാം. സോ സെർച്ച് ചെയ്യുമ്പം പ്രോബ്ലി വേറെ ആരുടെയൊക്കെയാണ് കാണിക്കുന്നത്. സോ ഷാരോൺ അനിൽ, ഓക്കെ, വേറെ എന്തൊക്കെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇമേജിൽ, സോ എൻ്റെ ഒറിജിനൽ ഫോട്ടോസും കാര്യങ്ങളും ഇല്ല. സോ ഞാൻ കാരണം ഇതിൽ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയസിൽ എൻ്റെ ഒരു ഒറ്റ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇതുവരെയായിട്ട് അപ്ലോഡിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ ഇവൻ എനിക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ പോലും, സോ ഒരു ഹാക്കിംഗ് പഠിക്കുന്ന നമ്മളെപ്പോഴും മറ്റൊരു ഹാക്കർ നമ്മളെപ്പം എന്ത് ചെയ്യുന്നുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടാണ്. സോ ഞാൻ ഇതുവരെയായിട്ട് സോഷ്യൽ മീഡിയസിൽ എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ എക്സ്പോസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സെക്യൂർ എന്ന് പറയുന്നത്. സോ ഞാൻ നിങ്ങൾ അക്കൗണ്ടിൽ ഫോട്ടോസും കാര്യങ്ങളും ഇടണ്ട എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ അതിൽ കുറെ നമുക്കറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ നടക്കും. സോ ഞാൻ ഒരു 1-2 എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് കാളിനെക്സോ അല്ലെങ്കിൽ പാരറ്റോസോ ഓപ്പൺ ചെയ്യുക. സോ പെൻ ടെക്സ്റ്റിംഗിൽ പോവുക. ഓക്കെ, പെൻ ടെക്സ്റ്റിംഗ്, ഓക്കെ, ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. സോ ആപ്ലിക്കേഷനിൽ പെൻ ടെക്സ്റ്റിംഗിൽ നമുക്കിവിടെ ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. സോ ഇൻഫോർമേഷൻ ഗ്യാതറിൽ വോയിസ് നെറ്റ് അനലൈസിസ് എന്ന് കാണാം. സോ ഇവിടെ നമുക്ക് ഇൻസ്പൈ എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. സോ ഇത് ഈ ഇൻസ്പൈ യൂസ് ചെയ്ത് നമുക്ക് ലിങ്ക്ഡിനിലെ നമ്മുടെ ടൂൾ നമ്മുടെ ഇൻഫോർമേഷൻ നമുക്ക് മാക്സിമം ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഷെർലോക്ക്. ഓക്കെ, ഷെർലോക്ക് ഒരു അഡ്വാൻസ് ടൂളാണ്. ഓക്കെ, ഷെർലോക്ക് ഒരു അഡ്വാൻസ് ടൂൾ. സോ ഷെർലോക്ക് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള യൂസർ നെയിംസും കാര്യങ്ങളൊക്കെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്, ഓക്കെ, ഏതൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, സോ അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഷെർലോക്ക്. സോ ഞാൻ എൻ്റെ യൂസർ നെയിം തന്നെ സെർച്ച് ചെയ്യുവാണ്. ഷാരോൺ അനിൽ. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്യാണ്. നമുക്ക് റിസൾട്ടും കാര്യങ്ങളും വരാം. സോ ഇതിൽ ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ എത്ര അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി ഇട്ടാലും, എത്ര നമ്മൾ പ്രൈവറ്റ് ആണെങ്കിലും, എത്ര സെക്യൂരിറ്റി ആണെങ്കിലും, നമ്മളൊക്കെ അതായത് സൈബർ ഫീൽഡിൽ, അതായത് ഇന്നത്തെ ഒരു AI വളരുന്ന ഒരു ജനറേഷനിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ അത്യാവശ്യം നല്ല ടൂൾസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ആയിരിക്കും നമ്മൾ എത്ര സെക്യൂർ ആക്കി വെച്ചാലും. സോ നമ്മളെ നോക്കിയില്ലെങ്കിൽ വേറെ ആയാലും നമ്മൾ അടിച്ചുകൊണ്ട് പോകും. ഇവിടെ നോക്കുകയാണെങ്കിൽ അനിവേൾഡ് HT. ഓക്കെ, ഇങ്ങനൊരു സൈറ്റിൽ, ഇങ്ങനെ ഒരു സൈറ്റിൽ എൻ്റെ ഒരു യൂസർ പ്രൊഫൈൽ കിട്ടിയിട്ടുണ്ട്. മേ ബി ഇത് ഞാനല്ലായിരിക്കും, കാരണം എൻ്റെ പേരിൽ എന്നെ പോലെ പലരും ഉണ്ടാവും. സോ ചിലപ്പോൾ മേ ബി ഇത് ഞാൻ എൻ്റെ വല്ല ഡാറ്റാസ് ലീക്ക് ചെയ്തായിരിക്കും. സോ എൻ്റെ അതേ പേര് വെച്ച് അങ്ങനെ കാര്യം ലീക്ക് ചെയ്തായിരിക്കും. ഓക്കെ, ഞാനിതിപ്പം ഇൻഫർമേഷൻ ഗ്യാതറിന് കുറെ ടൈം എടുക്കും. സോ ഇതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ഷെർലോക്കിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ഷെർലോക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മേ ബി ഇത് ഇടുമ്പം യൂട്യൂബിൽ നല്ല സ്ട്രൈക്ക് ആയിട്ടുള്ള ചാൻസും കൂടുതലാണ്. സോ ഞാൻ വേറൊരു ടൂൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സോ കുറച്ചും കൂടെ അഡ്വാൻസ് രീതിയിലുള്ള ടൂൾസ് ആണ്. സോ നേരെ എൻ്റെ ഗിറ്റബിലേക്ക് പോവുക. സോ ഗിറ്റബിലേക്ക് പോകുമ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്ത ടൂളാണ് ഗോസ്റ്റ് വോയിസ് എന്ന് പറയും. സോ ഇത് നമുക്ക് ഹിഡൻ ആയിട്ട്, സോ ചില ടൂൾസോ അല്ലെങ്കിൽ ചില വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവരെ നമ്മളെ ട്രാക്ക് ചെയ്യും. സോ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മളെ ട്രാക്ക് ചെയ്യും. സോ അതില്ലാതെ നമുക്ക് സൈലന്റ് ആയിട്ട് ഒരാളുടെ കാര്യങ്ങൾ എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിന് ഞാൻ ഡെവലപ്പ് ചെയ്ത ടൂളാണ് ഗോസ്റ്റ് വോയിസ് എന്ന് പറയും. സോ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കാര്യം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ലിങ്ക് കോപ്പി ചെയ്യാം. സോ ഗിറ്റ് ഗ്ലോൺ ചെയ്യാം. സോ ഗിറ്റ് ഗ്ലോൺ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എൻ്റർ ചെയ്യുക. ഓൾറെഡി, സോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സോ ഞാൻ ഡിലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഗോസ്റ്റ്. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ആക്കി. ഓക്കെ, ഇപ്പം ക്ലോൺ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സക്സസ്ഫുള്ളി ക്ലോൺ ആയി. സോ അതിന്റെ ഡയറക്ടറിലേക്ക് പോവാ. സോ ഗോസ്റ്റ് ഓക്കെ, എറർ വന്നു. സോറി, ഞാൻ ഓക്കെ, അതിന്റെ ഡയറക്ടറിലേക്ക് വന്നു. സോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് ഇതൊരു പൈത്തൺ കോഡാണ്. സോ പൈത്തണിലാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ റിക്വയർമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. സോ നമുക്ക് റിക്വയർമെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ റിക്വയർമെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന മുമ്പ് നമുക്കൊരു വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. സോ പൈത്തൺ -m
VENV. സോ ഇതൊരു വിർച്വൽ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ എന്നാലാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യത്തുള്ളൂ. സോ സോഴ്സ് VNV/bin/. ഓക്കെ, സോ എൻവയറമെന്റ് ആക്ടിവേറ്റ് ഉണ്ട്. സോ ഞാൻ ടൂൾ ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, Python 3 ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ Python 3 ghost.py. സോ മേ ബി എൻ്റെ വേറെ വ്യത്യാസം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഇൻസ്റ്റാൾമെന്റ്സ് ഞാൻ LS. ഓക്കെ, റിക്വയർമെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. സോ pip install requirements.txt. സോ ഈ ഫയൽ ഒന്ന് കോപ്പി ചെയ്യുക. സോറി, കംപ്ലീറ്റ്ലി പോയി. CD ഓക്കെ, ഹിസ്റ്ററി സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്ത, സോ ഹിസ്റ്ററി ഒരു കമാൻഡാണ്. നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്ത കമാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഒന്നും കൂടെ ഒന്ന് വിർച്വൽ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ജസ്റ്റ് ഇനി LS pip install requirements.txt. സോ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കോഡ് മനസ്സിലായില്ലെങ്കിൽ നേരെ ഗിറ്റബിലേക്ക് വരിക. സോ ഗിറ്റബിൽ ഞാനിവിടെ ഇൻസ്റ്റാളേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഗിറ്റ് ലോഞ്ച് ചെയ്ത ശേഷം CD ghost.net അതിനുശേഷം റിക്വയർമെന്റ്സ് pip install -r റിക്വയർമെന്റ്സ് എൻ്റർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ടോർ ബ്രൗസർ യൂസ് ചെയ്യാം. സോ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റാൾ മൈനസ് ഓക്കെ, ഇതിന് വേണ്ട ആവശ്യമുള്ള പാക്കേജസും കാര്യങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ മെയിനുള്ള പാക്കേജസും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സോ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ജസ്റ്റ് ടൂൾ ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, Python 3 ghost.py. സോ ഞാൻ താനോസിനെ വെച്ചൊന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. സോ താനോസാണ് മെയിനായിട്ട് ഐക്കണും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 9 ടൂൾസ് ഉണ്ട്. അതുപോലെ യൂസർ നെയിം ലുക്കപ്പ്, ഇമെയിൽ ചെക്ക്, ഡൊമൈൻ റെക്കോർഡ്, അതുപോലെ ഫോട്ടോ ചെക്ക്, IP ലുക്ക്, ഫോൺ ലുക്കപ്പ്, ഡാർക്ക് വെബ്, മെറ്റാഡാക്, ടെക്സ്റ്റ്, വെബ്സൈറ്റ് ഫിംഗർ പ്രിന്റിംഗ്. സോ യൂസർ നെയിം ലുക്കപ്പിലേക്ക് പോകുകയാണെങ്കിൽ, സോ നമുക്ക് നമ്മുടെ ഒരു യൂസറിനെ കുറിച്ചുള്ള യൂസർ നെയിം ഉണ്ട്. സോ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എൻ്റെ ഒരു യൂസർ നെയിം ഉണ്ട്. സോ ഞാൻ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണെന്ന് അറിയണം. സോ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡി ചെക്ക് ചെയ്യുകയാണ്. സോ ഷാരോൺ. ഓക്കെ, ചെക്കിംഗ് ആണ്. സോ ഞാൻ ഗിറ്റബിൽ ഇല്ല. സോ ഫൗണ്ട് ഓൺ ട്വിറ്റർ. സോ എനിക്ക് ഓൾറെഡി ട്വിറ്ററിൽ അക്കൗണ്ട് ഉണ്ട്. സോ എൻ്റെ ട്വിറ്ററിൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ, സോ മേ ബി നല്ല ടൈം എടുക്കും സാർ ഇൻഫർമേഷൻ. ഓക്കെ, ഫൗണ്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ID ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫൗണ്ട് ആയിട്ടുണ്ട്. സോ റെഡിറ്റിൽ എനിക്കൊരു യൂസർ അക്കൗണ്ട് ഇല്ല. മേ ബി എന്നെ പോലെ ഒരാളായിരിക്കും. ബട്ട് ഈ 2 റിക്വസ്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. സോ എന്നെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഗിറ്റബിലാണ് എന്നെ ഫൗണ്ട് ചെയ്തത്. സോ എൻ്റെ ഗിറ്റബിൾ ID വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ഗിറ്റബിൾ ID ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഷാരോൺ. ഓക്കെ, എൻ്റെ ഗിറ്റബ് ID ആണ്. സോ ഫൗണ്ട് ഓൺ ഗിറ്റബ്. ഓക്കെ, എൻ്റെ ഗിറ്റബിൽ എന്നെ സക്സസ്ഫുള്ളി ഫൗണ്ട് ആയിട്ടുണ്ട്. സോ ട്വിറ്ററിൽ ഇത് കൂടെ സെയിം അക്കൗണ്ട് ഉണ്ട്. ബട്ട് മേ ബി ട്വിറ്ററിൽ ഈ 3 പ്ലാറ്റ്ഫോമിൽ ഞാനല്ല. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെപ്പോലെ നമ്മുടെ പേര് ഉപയോഗിച്ച് പലരും ഉണ്ടാവും. സോ ഇമെയിൽ ചെക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ കിട്ടിയത്. സോ ആ ഇമെയിൽ എങ്ങനെ ഇമെയിൽ എന്താണ് ജെന്യൂൻ ആണോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ എൻ്റെ ഒറിജിനൽ ഇമെയിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുകയാണ്.
ഓക്കെ ഇമെയിൽ വാല്യൂ ഓക്കെ ഇമെയിൽ ഫോർമാറ്റ് ലുക്ക് വാല്യൂ ചെക്ക് ഇൻ ഡൊമൈൻ നെയിം ഓക്കെ email.com ഡൊമൈൻ റിസോഴ്സ് email.com ഓക്കെ എൻ്റെ ഇത് ഇമെയിലും കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി പക്ക ഒറിജിനലാണ്. ഇംഗ്ലീഷ് ചിലവർ ടെമ്പററി ആയിട്ടുള്ള ഒരു മെയിൽ ഉണ്ടാക്കും. സോ ആ ടെംമെയിലൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത്. സോ ഡൊമൈൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനീൻ്റെ സോ ഞാൻ പറയാം ഇപ്പം Amazon.com സോ അതിൻ്റെ ഡൊമൈനും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഇൻഫോർമേഷൻ ഗ്യാതറിങ് സോ അതിൻ്റെ ഡൊമൈനും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ സോ ഡൊമൈൻ ഇപ്പൊ നമ്മളൊരു അറ്റാക്ക് ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിന്റെ ഡൊമൈൻ കാണും. ഇപ്പൊ ഡൊമൈൻ നെയിം Amazon.com രജിസ്ട്രേഷൻ ഡൊമൈൻ ID സോ രജിസ്ട്രേഷൻ ഹൂ സെർവർ എന്ന് പറയുമ്പോൾ ഈ സെർവർ ഉപയോഗിക്കുന്ന ഇതാണ്. സോ രജിസ്ട്രേഷൻ URL സോ അതിന്റെ അപ്ഡേറ്റ് ഡേറ്റ് അതിന് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് സോ നമുക്ക് എക്സ്പയറി ഡേറ്റ് നോക്കി നമുക്ക് അറ്റാക്കും കാര്യങ്ങളും സോ ഇൻഫർമേഷൻ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഗ്യാദർ ചെയ്യാൻ പറ്റും. പിന്നെ അതിനെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സോ നമുക്കിവിടെ കാണാം abuse_complaints.marker.com സോ ഇവിടെ നമുക്കൊരു ഇമെയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണ് DNS റെക്കോർഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ സോ ഇവിടെ DNS നമുക്കൊരു IP കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ HTTP നോക്കുകയാണെങ്കിൽ ഓക്കെ ബോർഡ് പെർമിറ്റ് എന്തോ മേ ബി ഈ ഒരു HTTP പ്രോട്ടോകോൾ ഇവിടെ അവൈലബിൾ ഇല്ല. സോ നിങ്ങൾക്ക് ഇതിനകത്ത് സബ് ഫൈൻഡർ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സോ ഞാൻ സബ് ഫൈൻഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് അത് നിങ്ങൾ ഗിറ്റബിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഗിറ്റബിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ അത് ഗിറ്റബിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ഡയറക്ടറി എനുമറേഷൻ പോലെ തന്നെ സബ് ഡൊമൈൻ എനുമറേഷൻ പഠിച്ചു. സോ ഇതിനകത്തുള്ള ആമസോണിന്റെ ഇടൻ ഡയറക്ടറീസ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഫോട്ടോ ചെക്ക് സോ ഫോട്ടോ ചെക്ക് എന്ന് പറയുമ്പം ഇത്രേ ഉള്ളൂ. അതായത് ഗൂഗിൾ ഇമേജസ് റിവേഴ്സ് സെർച്ച് എന്ന് പറയും. സോ അതിന് നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോ നിങ്ങളുടെ കയ്യിലൊരു ഫോട്ടോസ് കിട്ടി ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ടൂളൊന്ന് ക്ലോസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ ബാക്ക് ടു ക്രോം സോ നിങ്ങൾക്കൊരു ഇമേജ് ഉണ്ട്. സോ നിങ്ങൾ എന്താണ് ലെൻസിലേക്ക് പോയി സോ ഡൗൺലോഡ്സ് ഞാൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ എനിക്കിവിടെ ഒരു ഇമേജ് ഉണ്ട്. സോ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ ആ ഇമേജ് കാര്യം ഒന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കാം. എക്സ്ട്രാക്ട് ഇമേജസ് ഞാൻ എടുത്ത് നോക്കാം. സോ ഇപ്പം ഞാൻ വെച്ച ഇമേജ് നോക്കുമ്പോൾ സോ എൻ്റെ ഒരു ഫോട്ടോ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. സോ എൻ്റെ ഇവിടെ സക്സസ്ഫുള്ളി കാണാം എൻ്റെ ഫോട്ടോസ് കാര്യം ഇവിടെ ലീക്ക്ഡ് ആയിട്ടില്ല. സോ അങ്ങനത്തെ ഒരു യൂസ്ഫുൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ എൻ്റെ ഫോട്ടോസും കാര്യം ഇവിടെ എക്സ്പോസ് ആയിട്ടില്ല. ഓക്കെ വേറെ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ അപ്ലോഡ് ഇമേജസും ഞാൻ നോക്കാം. സോ ഡൗൺലോഡ്സ് ChatGPT വെച്ച് നമ്മുടെ ലോഗോ ആണ്. സോ ലോഗോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലോഗോ അനലൈസ് ചെയ്ത് നോക്കാം. സോ എൻ്റെ ലോഗോ വെച്ചിട്ട് ഇവിടെ കാണാം നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഹാക്ക് വിത്ത് ഷാരോൺ യൂട്യൂബ്. സോ സി എക്സാക്ട് മാച്ചസ് അതായത് എൻ്റെ ലോഗോ ഇവിടെ കാണാം. ഇൻ കേസ് എൻ്റെ ഈ ലോഗോ വേറെ എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ കൊടുക്കാം. സോ എനിക്ക് എന്താ ഫൈനിങ് ആയാലും വേണ്ടി സോ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ മാച്ച് ആയിട്ടുണ്ട്. വേറെ നോക്കുവാണെങ്കിൽ മേ ബി ഇത് ബേസ്ഡ് ആയിട്ട് കുറെ ഫോട്ടോസ് ഉണ്ട്. ബട്ട് എക്സ്ട്രാക്ട് ഫോട്ടോസ് എന്ന് പറയുമ്പോൾ സോ ഇതാണ് ഇവിടെ എക്സ്ട്രാക്ട് ഫോട്ടോ കാണാൻ തുടങ്ങുന്നത്. സോ ഹാക്ക് വിത്ത് ഷാരോൺ യൂട്യൂബ്. സോ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു ഫോട്ടോ എക്സ്പോസ് ആയിട്ടുണ്ട്. സോ ഇന്റർനെറ്റ് എത്ര സേഫാണ് നിങ്ങൾ തന്നെ നോക്കുക. സോ ബാക്കിയെല്ലാം ഇതൊരു എക്സ്ട്രാക്ട് മാച്ചസ് ആണ് കിട്ടുന്നത്. ഓക്കെ ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത് റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന് പറയും. നമുക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം. ഇൻ കേസ് ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ടൂൾ യൂസ് ഇതിലേക്ക് ചെക്ക് ചെയ്താൽ സോ അതെല്ലാ ഇതുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ ടൂൾസ് ഇവിടെ യൂസ് ചെയ്ത് നോക്കാം. IP ലുക്കപ്പ് ഉണ്ട്. സോ ഫോണിൻ്റെ ലുക്കപ്പ് ഉണ്ട്. സോ ഇവിടെ ഒരു ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ് നിങ്ങൾ സെർച്ച് ചെയ്യുക. സോ ഞാൻ ഫോൺ നമ്പർ ഞാൻ സെർച്ച് ചെയ്യുന്നു. ഓക്കെ +91 സോ ഒരു ഫോൺ നമ്പർ റാൻഡം ആയിട്ടുള്ള ഞാൻ സെർച്ച് ചെയ്യുകയാണ്. സോ ഓക്കെ ഞാൻ ഒരു റാൻഡം ഫോൺ നമ്പറിനെ സെർച്ച് ചെയ്തു. സോ ഓക്കെ നോക്കാം നമുക്ക്. ഓക്കെ എന്തൊക്കെ വന്നു നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഈ ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് ഈ ഒരു ഫോൺ നമ്പർ ഗൂഗിളിൽ ഗൂഗിളിൽ അവൈലബിൾ അല്ല. സോ ലിങ്ക്ഡിനിൽ ഈ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് എന്താണ് ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സിം ഹാക്കിങ് സിം ഹൈജാക്കിങ് നടത്താൻ പറ്റിയതെങ്കിൽ ഈ ലിങ്ക്ഡിൻ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്കെ സോ ഇതൊക്കെ പറയുമ്പം സോ ഇവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ പെയ്ഡാണ്. സോ ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്ര ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. സോ ഇൻ്റലിജൻസ് എസ്സിൽ നിങ്ങൾക്കൊരു നിങ്ങൾ ലോഗിൻ ചെയ്ത് സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് API ID കിട്ടും. സോ ആ API ID വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. സോ ഞാൻ API ഒന്നും ഇവിടെ കൊടുക്കാം. സോ API ഒന്നും പബ്ലിക്കായിട്ട് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്താണ് API കീ ഒന്നും കൊടുക്കാണ്ടിരുന്നത്. ഓക്കെ ബാക്ക് ടു ടൂളിലേക്ക് പോവാം.
ഇവിടെ നമുക്ക് കാണാം ട്രൈയിങ് ട്രൂ കോളർ സ്റ്റൈൽ API. സോ നിങ്ങളൊരു ട്രൂ കോളർ API നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്താൽ കിട്ടും. സോ അത് ഈ കോഡിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുമ്പം ഈ കോഡിലേക്ക് നിങ്ങൾ ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയും ഇൻഫോർമേഷൻ ഗ്യാതറിങ് കിട്ടും. സോ ഇവിടെ കാണാം നമ്പർ വെരിഫൈ API നോട്ട് കീ സെറ്റ്. എനിക്കിവിടെ എനിക്ക് API കീ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കിവിടെ സ്കിപ്പിംഗ് കരിയർ ലൊക്കേഷൻ അതുപോലെ ഇത് കൂട്ടൊക്കെ വന്നത്. ഇൻ കേസ് എനിക്കിവിടെ API ഞാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോൺ നമ്പറിൻ്റെ ഇൻഫോർമേഷൻ എനിക്ക് ഫുള്ള് കിട്ടും. ഈവൻ ലൊക്കേഷൻ ആണല്ലോ എവിടെയാണല്ലോ എനിക്ക് കിട്ടും. അത് ഞാൻ API ഞാൻ കൊടുക്കാത്തത് നമുക്ക് പബ്ലിക്കായിട്ട് APIക്ക് എക്സ്പോസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ API കീയിലൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ മെറ്റാഡാറ്റ എക്സ്ട്രാക്ടർ. ഈ ടൂൾ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൻ കേസ് നമ്മുടെ ഒരു ഫോട്ടോ കിട്ടി, ആ ഫോട്ടോ എന്നെടുത്തു, ആ ഫോട്ടോൻ്റെ ഇൻഫോർമേഷൻ, ആ ഫോട്ടോ ഏത് ഫോൺ വെച്ചെടുത്തു, ആ ഫോട്ടോ എവിടെ വെച്ചെടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ ഇതിനാണ് മെറ്റാഡാറ്റ എക്സ്ട്രാക്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സോ ഇതെൻ്റെ ജിയോയിൻ്റെ കുഴപ്പമാണ്. സോ ഞാൻ എൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് പോയി. ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിൽ ഇതൊരു ഫോട്ടോ മാറി വന്നു. സോ ഒന്നുകൂടെ ഞാൻ സെർച്ച് ചെയ്യാം. സോ ഇവിടെ ഡൗൺലോഡ്സ് ഉണ്ട്. ഞാൻ ഡൗൺലോഡ്സിൽ ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. സോ ഇമേജ് സെർച്ച് ചെയ്ത് നോക്കാം. ഇമേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ അതൊരു ലോക്കൽ ഇമേജ് ആണ്. സോ ഇമേജ് കാര്യങ്ങളൊക്കെ എനിക്കിവിടെ കാണാം. ഇമേജ് മോഡിഫിക്കേഷൻ ഇന്ന ഡേറ്റിൽ മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, ഫയൽ ആക്സസ് ചെയ്തിട്ടുണ്ട്. സോ പെർമിഷൻ ടൈപ്പ്. സോ ഇൻ കേസ് ഇതൊരു ഒറിജിനൽ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിനേക്കാളും ഔട്ട്പുട്ട് കാര്യം കിട്ടും. ആ ഫോട്ടോ എടുത്ത ഡേറ്റ്, ആ ഫോട്ടോൻ്റെ ഇൻഫോർമേഷൻ, ആ ഫോട്ടോ ഏത് ലൊക്കേഷൻ എടുത്തു, ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത ഫോട്ടോ എടുത്ത ഫോൺ ഏതാണ്. സോ അതേക്കുറിച്ച് അങ്ങനെ കുറേ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ ഇതിനകത്ത് ഫുള്ള് ടൂൾസ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സോ അതിനകത്ത് കുറച്ച് ഇഷ്യൂസും സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഡാർക്ക് വെബിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഡാർക്ക് വെബിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വെബ്സൈറ്റ് ഫിംഗർ പ്രിൻറ്റിംഗ് ഉണ്ട്. സോ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റും. സോ വോയിസ് നെറ്റ് എന്ന് പറയുമ്പം ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം അല്ല. നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ എക്സ്പോസ് ആവും. സോ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. ഇത് ചെറിയൊരു ടോപ്പിക്കാണ്, എന്താണ് വോയിസ് നെറ്റ്. സോ നമുക്ക് എങ്ങനെ ഒരു ഇമേജ് കിട്ടിയാൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു യൂസർ നെയിം കിട്ടിയാൽ നമുക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യാം എന്നുള്ളതാണ്. സോ ഷാഡോൺ എന്ന് പറയുന്നൊരു സെർച്ച് എഞ്ചിനാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടുള്ള ഹാക്കേഴ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള CCTV ക്യാമറാസ്, അങ്ങനെ പല ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യാം. സോ ഇതിലിപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പോകുന്നില്ല. സോ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. സോ ഷാഡോൺ നമുക്ക് ഷാഡോണിൻ്റെ അത് കുറേ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. സോ നിങ്ങൾ എന്തായാലും ഇപ്പോൾ കണ്ട ടൂൾ നിങ്ങൾ ഉപയോഗിക്കുക. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ തന്നെ യൂസർ നെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് എന്തായാലും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ നമ്മുടെ വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യും. സോ അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശരിക്കുള്ള അറ്റാക്ക്, ഡാർക്ക് വെബ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് 2 ദിവസം കൊണ്ട് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യും. സോ ആ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ കണ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.